സന്നിധാനത്തെ ഇക്കുറി ദർശനത്തിനെത്തുന്ന മാളികപ്പുറങ്ങളുടെയും അയ്യപ്പന്മാരുടെയും എണ്ണം കൂടിയിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഈ തിരക്കൊക്കെ കഴിഞ്ഞ ദിവസം വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തിരക്ക് തീരെ കുറവാണ്. രാവിലെ ചെറിയൊരു മഴയുണ്ട്. ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഒരു മാളികപ്പുറമുണ്ട്. എന്താ പേര്? അനുശ്രീ. എവിടുന്നാ വരുന്നേ? തൃശ്ശൂര്. എങ്ങനെയുണ്ട് ശബരിമല? എങ്ങനെയുണ്ട്? നന്നായി ഉണ്ട്. മല കയറിയപ്പം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. വെള്ളം ഇപ്രാവശ്യം പിന്നെ വഴുക്കലുണ്ടായിരുന്നില്ല, മഴയായിട്ട്. കുഴപ്പമില്ല. 18-ാം പടി കയറിയപ്പോൾ എങ്ങനെയായിരുന്നു അനുഭവം? പോലീസുകാർ അവിടെ നിന്ന് സഹായിക്കുന്നത് ഏറ്റവും വലിയൊരു സഹായമായി. നല്ല തിരക്കായിരുന്നു സ്റ്റെപ്പായിട്ട് വരുന്ന കാരണം. അപ്പോൾ പോലീസുകാർ അവിടെ നിന്ന് സഹായിക്കണ കാരണം ഏറ്റവും വലിയ സഹായമായി. മാളികപ്പുറത്തിന്റെ പേരെന്താ? അനുശ്രീ. എത്രല്ല പഠിക്കുന്നത്? 3-ല്. അച്ഛൻ പറഞ്ഞു പിറന്നാളാണെന്ന് പറഞ്ഞു. അതെ. പിറന്നാൾ ദിനം തന്നെ അയ്യപ്പനെ കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നുണ്ടോ? ആ, അതെ. ഈ മല കയറുമ്പോൾ നിങ്ങൾക്ക് ബിസ്ക്കറ്റ്, വെള്ളം അതൊക്കെ സമയാസമയത്ത് കിട്ടിയിരുന്നോ? ആ, കിട്ടി. ശബരിമല എങ്ങനെയുണ്ട്? കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ദർശനം? എങ്ങനെ? മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല നേരം വൈകി കാരണം തൊഴാൻ പറ്റിയില്ല. രാത്രി 11:30 കഴിഞ്ഞിട്ടാണ് കയറിയത്. കാരണം കുഴപ്പമൊന്നുമില്ല. ആ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ, മാളികപ്പുറം പറഞ്ഞത് ജന്മദിനമാണിന്ന്. ജന്മദിന ദിവസം തന്നെ ആ ഒരു ശബരിമല ദർശനത്തിന് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞത്, അയ്യപ്പ സന്നിധിയിലേക്ക് എത്താൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നു എന്നാണ് മാളികപ്പുറം ഇപ്പോൾ പറഞ്ഞത്. വീഡിയോ ജേർണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.